വെൽക്കം എവ്രി വൺ. നുവാലംസ് അസോസിയേറ്റ് ട്രെയിനിങ് ലെവൽ 2 പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് പ്രൊഫഷണലി സംസാരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്ട്സ് സെൽ ചെയ്യുന്നത് വെച്ച്. സോ ഇന്നിവിടെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അതായത് ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഫഷണലി. സെക്കൻഡ്, എന്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാറ്റലോഗ്സ് നമ്മൾ എഫക്റ്റീവ്ലി പ്രസന്റ് ചെയ്യണം നമ്മുടെ കസ്റ്റമേഴ്സിന്. ആൻഡ് കോൺഫിഡൻ്റ്ലി നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി എങ്ങനെയാണ് നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൈസസ് കറക്റ്റായിട്ട് കോട്ട് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓർഡേഴ്സ് ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കോമൺ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുന്നത്. ഫസ്റ്റ്, എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് ഇപ്പോൾ വാട്സപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ടെലിഗ്രാം, എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്ലയൻസ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു മെസ്സേജ് നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങൾക്ക് പറയാം. അതായത്, ഹലോ, ഐ എം ഓതറൈസ്ഡ് നുവാലം അസോസിയേറ്റ്. വി പ്രൊവൈഡ് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൈവറ്റ് ലേബലിംഗ് ആൻഡ് കസ്റ്റം അപ്പാരൽ മാനുഫാക്ചറിംഗ് വിത്ത് പ്രീമിയം ഫിനിഷിംഗ്. അപ്പം എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലയൻറ്റ് വന്നാലും എപ്പോഴും ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. ഒരു ഇൻസ്റ്റന്റ് ട്രസ്റ്റ് തന്നെ ഇത് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് മാൻഡേറ്ററി, അതായത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ക്ലയന്റിനോട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പ്രോഡക്റ്റ് കാറ്റഗറിയാണ് അവർക്ക് ആവശ്യമുള്ളത്. സെക്കൻഡ്, എന്ത് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് അവർക്ക് താല്പര്യമുള്ളത്. പിന്നെ നമ്മൾ ആ ഫാബ്രിക്കിന്റെ തന്നെ GSM, അതായത് അതിന്റെ വെയിറ്റ്, തിക്നെസ്, അത് എത്രയാണ് അവർക്ക് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി വേണം, ഏതൊക്കെ കളർ ചോയ്സസ് ആണ് അവൈലബിൾ, ഏതൊക്കെ അവർക്ക് വേണ്ടത്. പിന്നെ സൈസ് ബ്രേക്ക്, ഏത് ലാർജ്, മീഡിയം, സ്മോൾ, മീഡിയം, ലാർജ്, എക്സ് ലാർജ്, ഇതൊക്കെയാണ് സൈസസ്. ഇതിൽ ഏതാണ് വേണ്ടത്, എത്രയാണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അവരുടെ അടുത്ത് ചോദിച്ചറിയാം. പിന്നെ ബ്രാൻഡിങ് ഓർ പ്രിന്റിങ് ഇഫ് നീഡഡ്, അവർക്ക് അവരുടേതായ ബ്രാൻഡ് എന്തെങ്കിലും അവർക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഡിസൈൻസ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ചോദിച്ചറിയുക. ആൻഡ് ഏത് സിറ്റിയിലേക്കാണ് ഡെലിവറി ചെയ്യുന്നത്, എപ്പോഴത്തേക്കാണ് അത് വേണ്ടത്, ഡെഡ് ലൈൻ, അതായത് ഏത് ഡേറ്റിലേക്കാണ് ഇത് വേണ്ടത്. ഈ 8 മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ് അവരോട് നമ്മൾ ചോദിച്ചിരിക്കണം. സോ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാറ്റലോഗ് ഒരു കസ്റ്റമറിന്റെ അടുത്ത് ഷെയർ ചെയ്യേണ്ടത്. അതായത് സ്മാർട്ട് വേ ഈസ്, നമ്മുടെ ഫുൾ കാറ്റലോഗ് ആദ്യം തന്നെ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഒരു 4 to 6 ബെസ്റ്റ് ഓപ്ഷൻസ് മാത്രം ഷെയർ ചെയ്യുക. അതായത് ഇപ്പൊ അവരോട് ഇപ്പൊ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് വേണ്ടത്, അതായത് ഇപ്പോൾ ഒരു ഓവർ സൈസ് ടീഷർട്ട് ആണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു 4 to 6 ബെസ്റ്റ് ഓപ്ഷൻസ് മാത്രം കാണിക്കുക. അല്ലാതെ ഫുൾ നമ്മൾ നമ്മുടെ കാറ്റലോഗ് അവർക്ക് അയച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഏത് ഫാബ്രിക് ആണ് അത് ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കുക, ഏത് GSM എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കുക. ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള റിക്വയർമെന്റ്സ് അവരുടെ അടുത്ത് പറയുക. പിന്നെ ഒരു 2 to 3 വീഡിയോസും ഫോട്ടോസും അവർക്ക് ഷെയർ ചെയ്യുക, സോ ദാറ്റ് അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ക്വാളിറ്റി എക്സ്പ്ലനേഷൻ. അതായത് നമ്മുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെയും സെയിം രീതിയിൽ തന്നെ നമ്മളൊരു ലാബ് ടെസ്റ്റഡ് ഫാബ്രിക് ആണ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രൂഫ്, അതായത് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. GSM കൺസിസ്റ്റന്റ് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ 7 സ്റ്റേജ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം, ബ്രാൻഡിങ് ആക്യുറസി, എക്സ്പോർട്ട് ഗ്രേഡ് പാക്കേജിങ്, ഇതൊക്കെ നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പറ്റുവാണെങ്കിൽ 2 to 3 വീഡിയോസ്, ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യുക അവർക്ക്. നെക്സ്റ്റ്, വാട്ട് മേക്സ് നമ്മുടെ നോവലൂംസ് പ്രീമിയം. അതായത് ഇന്റർനാഷണൽ ഗ്രേഡ് ഫിനിഷിംഗ് അവൈലബിൾ ആണ് നമുക്കിവിടെ, പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്, സ്മൂത്ത് ആയിട്ടുള്ള പ്രൈവറ്റ് ലേബിൾസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ബ്രാൻഡിംഗ് ഉണ്ട് ഇവിടെ. ആൻഡ് കൺസിസ്റ്റന്റ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സും നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എങ്ങനെയാണ് പ്രൈസസ് കോട്ട് ചെയ്യുന്നത് പ്രൊഫഷണലി. ഒരിക്കലും നമ്മൾ പ്രൈസ് ഗസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ടീഷർട്ടിന് മാനുഫാക്ചറിങ് പ്രൈസ് ചിലപ്പോൾ 50 ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്തിട്ട് പറയാം, ഓക്കെ 100, നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ 50, സെൽ ചെയ്തത് 150, അങ്ങനെ ജസ്റ്റ് ഗസ് ചെയ്യല്. ഓൾവേസ് ഒരു 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 കോൺക്രീറ്റ് ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഫുൾ ഇൻഫർമേഷൻസ്, ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തറോ ആയിട്ട് ഇറേഴ്സ് എല്ലാം പ്രിവെന്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പ്രൈസ് സെറ്റ് ചെയ്യാൻ. നെക്സ്റ്റ്, നിങ്ങളുടെ 3 ഓപ്ഷൻസ് നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾ കൊടുക്കുക. അതായത് ക്ലയൻസിന് എന്ത് ടൈപ്പ് ബഡ്ജറ്റ് ആണോ അവർ നോക്കുന്നത്, അതോ സ്റ്റാൻഡേർഡ് ആണോ, അതോ പ്രീമിയം ആണോ, എന്താണ് അവർ നോക്കുന്നതെന്ന് അത് ചോദിച്ചറിയുക. ആൻഡ് ഇതിലൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി തന്നെ നമുക്ക് കിട്ടും. പിന്നെ ബ്രാൻഡിങ് ചാർജസ് സെപ്പറേറ്റ്ലി അത് എടുക്കുക. അതാകുമ്പോൾ ഒരു എന്താ പറയുക, അത് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻസി വരും ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് യുവർ സെൽഫ്. ആൻഡ് നിങ്ങളുടെ ഒരു എന്താ പറയുക റീറ്റെയിൽ പ്രൈസിനെ പറ്റിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, എത്രയാണ് കസ്റ്റമറിന് കൊടുക്കുന്നത് എന്നുള്ള ഒരു നോളജും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. ആൻഡ് ലാസ്റ്റ്ലി യുവർ ക്ലോസിംഗ് സ്ക്രിപ്റ്റ് ഷുഡ് ബി ലൈക്ക് വൺസ് എല്ലാം ഫൈനലൈസ് ചെയ്ത് ക്വാണ്ടിറ്റിയും ഡിസൈനും എല്ലാം ഫൈനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ ഗൂഗിൾ ഫോം ഷെയർ ചെയ്യുക. ആൻഡ് പ്രൊഡക്ഷൻ്റെ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് നമ്മൾ പേയ്മെന്റ് അഡ്വാൻസ് അവരുടെ കയ്യിൽ നിന്ന് എടുക്കുക, ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക. ഇതിലൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫോർമൽ ഓർഡർ സിസ്റ്റം തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമേഴ്സ് മൈൻഡ് സെറ്റ്.
അപ്പം കസ്റ്റമേഴ്സിന് വേണ്ടത് കോൺഫിഡൻസ് ആണ്. നമ്മൾ ഒരിക്കലും ഡൗട്ട്ഫുൾ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും പാടില്ല. എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് സംസാരിക്കുക, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ബിക്കോസ് ക്ലയൻസിന് എപ്പോഴും ട്രാൻസ്പെറൻസി ആണ് ഇഷ്ടം. അല്ലാതെ നിങ്ങളൊന്നും മറച്ചു വെക്കുക അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംസാരിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഒരു ട്രസ്റ്റ് തന്നെ നഷ്ടപ്പെടും. അപ്പം എപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് സ്ട്രക്ചേർഡ് ഓർഡറിലൂടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ അതിലൂടെ നിങ്ങളുടെ ക്ലയൻസ് ആയിട്ടുള്ള ഒരു ബെറ്റർ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. Next, mistakes that you can avoid while your sales are information overload. Like I said, കാറ്റലോഗ് മൊത്തവും നമ്മൾ കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം കൊടുക്കുക ആൻഡ് സി നിങ്ങളുടെ ക്ലയൻസിൻ്റെ എന്താണ് അവരുടെ റെസ്പോൺസ് എന്ന്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാവും. പിന്നെ പ്രോസസ്സിങ് എറേഴ്സ് ലൈക്ക് റോങ് പ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ് കളക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഇഗ്നോർ ചെയ്യുക. ഇതൊക്കെ പ്രോസസ്സിന് തന്നെ കുറേ മിസ്റ്റേക്സ് പറ്റും. ചിലപ്പം മാനുഫാക്ചർ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് പറ്റും. ഇതിലൂടെ മിസ്കമ്മ്യൂണിക്കേഷൻ അഗെയിൻ അത് വളരെ വലിയൊരു ഇതാണ്. പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ സൈസ്, ബ്രാൻഡിങ്, ഡെലിവറി ഇതെല്ലാം മാറി എല്ലാം ഒരു മീൻസ് നിങ്ങളുടെ ക്ലയൻറ്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ഒരു റോങ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, സാമ്പിൾ കസ്റ്റമർ കൺവെർസേഷൻ. അപ്പോൾ സ്റ്റെപ്പ് 1 and 2 ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്രീറ്റിംഗ്. സ്റ്റെപ്പ് 3 നിങ്ങളുടെ 8 മാൻഡറ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സ്റ്റെപ്പ് 4 and 5 ഓപ്ഷൻസ് ഷെയർ ചെയ്യുക, ക്വാളിറ്റി എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 6 കോട്ട് ദ പ്രൈസ് ആൻഡ് സ്റ്റെപ്പ് 7 ഓർഡർ ഫോം, ഗൂഗിൾ ഫോംസ് കൊടുക്കുക ആൻഡ് നിങ്ങളുടെ അഡ്വാൻസ് പേയ്മെന്റ് കളക്ട് ചെയ്യുക. അടുത്തത് പ്രൊഫഷണലിസം ചെക്ക് ലിസ്റ്റ്. അതായത് നിങ്ങൾ റെസ്പോണ്ട് ഓൺ ടൈം, ഒരിക്കലും ഡിലേ ചെയ്യാൻ പാടില്ല. ക്ലിയർ ഓൾ ദ മെസ്സേജസ്, നെവർ ആർഗ്യൂ വിത്ത് യുവർ ക്ലയൻസ് ആൻഡ് എപ്പോഴും പ്രൊആക്റ്റീവ് അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് സെക്ഷൻ ഇസ് അബൌട്ട് എങ്ങനെയാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ഗൂഗിൾ ഫോമിലൂടെ. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് തരുന്നത്. താങ്ക് യു.